ഹലോ നമസ്കാരം. ഇപ്പോൾ നമ്മുടെ വിജയൻ്റെ ആ പാർട്ടിയുടെ ഒരു സമ്മേളനത്തിൽ 10-40 പേരോളം മരിച്ചിട്ടുണ്ട്. സത്യത്തിൽ ആ പ്രശ്നത്തിന് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വം ആർക്കാണ്? പൂർണ്ണമായിട്ടും പോട്ടെ, ഒരു വലിയ അളവിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് വെച്ചാൽ വിജയന് തന്നെയാണ്. കാരണം വിജയ് അവിടെ അങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് പരിപാടി ഇങ്ങനെ ഈ രീതിയിൽ നടത്താൻ പാടില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇയാൾ ഈ പരിപാടി നടത്തുന്നതെന്ന് പറയുന്നത് ഏതാണ്ട് 6-7 മണിക്കൂർ ലേറ്റായിട്ടാണ് ഇയാൾ അവിടെ വരുന്നത്. അങ്ങനെ ഇത്രയും വൈകിയതിൻ്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അവിടെ എന്താണ് ഇത് ഗാദർ ചെയ്തത്. അങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് പോകാനൊന്നും പറ്റിയില്ല. പിന്നെ ഇയാൾ വരുന്നത് അനുസരിച്ചുകൊണ്ട് ഒത്തിരിയും പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, മണിക്കൂറുകളായിട്ട് 10,000-കണക്കിന് ആൾക്കാർ. അതായത് 1,50,000 പേരോ മറ്റോന്നാണ് പറയുന്നത്. 1,50,000 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10,000-70,000 പേരെങ്കിലും കാണുമായിരിക്കും. അപ്പം എന്തായാലും ഇത്രയും പേര് അവിടെ ഇയാളെ കാണുന്നതിന് വേണ്ടി നിൽക്കുമായിരുന്നല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഈ സംഭവ സ്ഥലത്തിന് ഏതാണ്ട് ഒരു 34-35 കിലോമീറ്റർ അപ്പുറത്ത് ഇയാളുടെ കാരവാനിൽ നിന്ന് ഇറങ്ങുകയും അങ്ങനെ അത് കണ്ടുകൊണ്ട് അവിടുന്ന് തൊട്ട് ഇയാൾ പിന്നെ ഇയാളുടെ അനുയായികളുമായിട്ട് വളരെ പതുക്കെയാണ് ഈ സ്ഥലത്തോട്ട് വരുന്നത്. ഏതാണ്ട് 5 മണിക്കൂറോ മറ്റും എടുത്ത് 34 കിലോമീറ്റർ കവർ ചെയ്യാൻ, 35 കിലോമീറ്റർ കവർ ചെയ്യാൻ 5 മണിക്കൂറെടുത്ത്. അപ്പോൾ അന്നേരം ഇയാൾ വരുന്ന അറിഞ്ഞുകൊണ്ട് ഒത്തിരി ആരാധകർ, ഈ ചെറുപ്പക്കാർ, ഒരു 10-25 വയസ്സ് താഴെയുള്ള, ഒരു 15-25 വയസ്സിന് ഇടയിലുള്ളവരായിരിക്കും ഇത് കൂടുതലായിട്ടും വരുന്നത്. അപ്പം അവർ ബാക്കിയുള്ളവർക്ക് ഈ മൊബൈൽ ഫോണിലൂടെ മറ്റും അറിയിപ്പ് കൊടുത്ത് അങ്ങനെ കൂടുതൽ ആൾക്കാർ വരികയാണെന്ന്. കൂടുതൽ പറഞ്ഞാൽ മെയിൻലി ചെറുപ്പക്കാർ ആണ് ഇവിടെ ഇയാളുടെ ഈ മീറ്റിങ്ങിലൊക്കെ വരുന്നത്. എന്ന് മാത്രമല്ല, ഇത്രയും ആളുകൾ വരും, ഇവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം എന്ന് മനസ്സിലാക്കി ഇയാൾ പെട്ടെന്ന് തന്നെ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യേണ്ടതായിരുന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട് ഷോട്ട് ചെയ്യേണ്ടതായിരുന്നു. ഇങ്ങനൊരു പ്രോഗ്രാം എന്തെങ്കിലും സംസാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നിർത്തേണ്ടതായിരുന്നു. ഇയാൾ തന്നെ കുറേ നേരം സംസാരിച്ച്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇങ്ങനൊരു ഇയാൾ ലേറ്റായാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്നെന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത്, ഈ ഗവൺമെൻറ് ആണ് എന്താണ് അവിടുത്തെ ഒരു ഉത്തരവാദിത്വം ആണ്, ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിനുണ്ട്, തീർച്ചയായിട്ടും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു മെയിൻ റോൾ ഇങ്ങനൊരു കുഴപ്പം പറ്റിയതിൽ മെയിൻ ഒരു ഉത്തരവാദിത്തമുള്ളത് വിജയന് തന്നെയാണ്. കാരണം വിജയ് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഗെയിൻസിന് വേണ്ടി ഗവൺമെൻറ് അങ്ങനെ ചെയ്തേക്കാം, അത് ഇയാൾ പ്രതീക്ഷിക്കണമായിരുന്നു. പറഞ്ഞില്ലായോ? ഇപ്പം ഗവൺമെൻറ് മനഃപൂർവ്വം അങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു മനഃപൂർവ്വം ഇയാളെ തകർക്കാൻ വേണ്ടി ചെയ്തതെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവർക്കും ജാഗ്രത കുറവുണ്ടാകും. കാരണം ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ് ഈസ് ഗവൺമെൻറ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ്റാണ്. അത് മനുഷ്യരുടെ ഒരു കൂട്ടം മാത്രമാണ്, മനുഷ്യരാണ്. അവർക്ക് പോരായ്മകളുണ്ടാകും. ഈ ഒരു വിഷയം മാത്രമല്ല അവർക്ക് അവിടെ നോക്കാനുള്ളത്. തമിഴ്നാട്ടിലെ 10,000-കണക്കിന് കാര്യങ്ങളൊന്നും മാത്രമാണ് ഈ വിജയൻ്റെ ഈ മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനൊരു കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഒരു 500 പോലീസുകാരെ മറ്റുമാണ് അവിടെ ഡിപ്ലോയ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 10-14 പേരാണ് അവിടെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടില്ല. അതൊക്കെ ലൈക്ലി ഇൻസിഡൻ്റ് ആണ് അതൊക്കെ എന്ന് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ആളുകൾ കൂടുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പോരായ്മകളും അബദ്ധങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യുന്ന ആൾക്കാർ ഇത് വളരെ പ്രോപ്പറായിട്ട് കുറേ കൂടെ മറ്റ് അൺവാണ്ടഡ് ഇൻസിഡൻ്റ് ഒന്നും വരാത്ത രീതിയിൽ അത് കണ്ടക്ട് ചെയ്യണമായിരുന്നു. ആണ് വൈ ഡിഡ് ഹി കണ്ടക്ട് ദിസ് മീറ്റിംഗ് ഇൻ ദിസ് മാനർ, ഓർ വൈ ഡിഡ് ഹി കൺവെൻറ്റ് ദിസ് മീറ്റിംഗ് ഇൻ ദിസ് മാനർ? അതൊരു ക്വസ്റ്റ്യനാണ്. ഈ വിജയ് അത് വളരെ ഒരു നല്ല രീതിയിലല്ല അത് കണ്ടക്ട് ചെയ്ത് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ പറയുന്നത് ഇയാളെ ഓപ്പണൻ്റായിട്ടിരിക്കുന്ന ഈ ഡിഎംകെയെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ഡിഎംകെ കുറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ വേറൊരു കണ്ടല്ല, ADMK കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അവർ പൊളിറ്റിസൈസ് ചെയ്തേക്കാം. അത് ഇയാൾ പ്രതീക്ഷിക്കണമായിരുന്നു. ഇയാൾ വിജിലൻ്റ് ആയിരിക്കണമായിരുന്നു, ഇയാൾ അലേർട്ടായിരിക്കണമായിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായേക്കാമെന്ന് ഇയാൾ അലേർട്ടായിരിക്കണമായിരുന്നു. അവരെന്ന് പറയുന്നത് ഇയാൾക്കെതിരെ നിൽക്കുന്നവരാണ്, പ്രതിയോഗികളാണ്. അവർ മനഃപൂർവ്വം ഇയാളെ തകർക്കാൻ വേണ്ടി ചെയ്യത്തില്ലായിരിക്കും. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് കെയർലെസ്നെസ് ഉണ്ടായേക്കാം. അത് ഇയാളെ മനസ്സിലാക്കി മുൻകൂട്ടി ഇവർ പറഞ്ഞ ആദ്യം ഈ പ്രദേശത്ത് നിന്ന് തന്നെ ഈ പ്രോഗ്രാം മാറ്റണമായിരുന്നു. കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇടത്തേക്ക് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു മീറ്റിംഗ് കൊണ്ടുവരണമായിരുന്നു. അവിടെ ആൾക്കാരെ ഗാദർ ചെയ്തുകൊണ്ട് ആ ഒരു പബ്ലിക് ഗാദറിങ്ങിനെ വേണമെന്ന് ഇയാൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഓൺ ദ കോൺട്രറി സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു വളരെ നാരോ ആയിട്ടുള്ള ഏരിയയില്ല, കുറേ കൂടെ നാരോ ആയിട്ടുള്ള ഒരു ഏരിയയില്ല, കുറേ കൂടെ സ്പേഷ്യസ് അല്ലാത്ത ഒരു ഏരിയയില്ല ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്ന് അത് തന്നെ ഇയാൾ
മനസ്സിലായില്ലേ? ഏതാണ്ട് 6-7 മണിക്കൂർ വൈകിയാണ് അവിടെ ആൾക്കാർ വരുന്നത്, അല്ല ഇയാൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇവൻ എന്തുമാത്രം മനസ്സിൽ സ്വാർത്ഥതയുള്ളവനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവൻ്റെ പേരിന് വേണ്ടി, പേരിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമാണ് ഇവൻ നിലകൊണ്ടിട്ടുള്ളത്. ഹി സ്റ്റാൻഡ്സ് ഫോർ ഫെയിം ഒൺലി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും ലേറ്റായിട്ട് ഇവൻ വന്നപ്പോൾ ആ പാവത്തുങ്ങളെ വെള്ളം പോലും കുടിക്കാതെ വെയിലത്ത് ഇത്രയും കൺജസ്റ്റഡായിട്ട് അവനെ നിർത്തുക എന്ന് പറയുമ്പോൾ ഇവൻ്റെ മാനസികാവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവന് പൈസ ഉണ്ട്, പിന്നെ ഇനി വേണ്ടത് പവർ ആൻഡ് ഫേമാണ്, അധികാരവും പ്രശസ്തിയുമാണ് അവന് വേണ്ടത്. ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഇവന് ഈ പാവത്തുങ്ങളെ ബലി കഴിച്ചതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? എന്തിനാ നമ്മൾ, വൈ ഡു വി ബ്ലെയിം ദ ഗവൺമെൻറ്? നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഗവൺമെൻറ് എന്തിനാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്? ഇത് വിജയൻ്റെ ഭാഗത്ത് തന്നെയാണ് കുറ്റം കിടക്കുന്നത്, അല്ല ആരുടെയും പ്രധാനമായും കുറ്റം കിടക്കുന്നത് വിജയൻ്റെ ഭാഗത്താണ്. കാരണം വിജയ് ഇതിനകത്ത് അലേർട്ടായിരുന്നെങ്കിൽ, വിജിലൻ്റ് ആയിരുന്നെങ്കിൽ, ജനങ്ങളെ പറ്റി ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇത് ഒന്നുകിൽ ഈ പ്രോഗ്രാം കട്ട് ഷോട്ട് ചെയ്യണം. വരുമ്പോൾ തന്നെ പറയണം ഇത്ര ആളുണ്ട്. ഇത് ഇവനെ എൻ്റെ ഒരു അരമണിക്കൂറോളം അവിടെ സംസാരിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റുള്ളിൽ സംസാരിച്ചിട്ട് ഇവൻ പോകണമായിരുന്നു. ആംബുലൻസ് പോയപ്പോൾ പോലും ഇവന് ബോധമില്ല. ആംബുലൻസിലെ കൊടി നോക്കിയിട്ട് പറയാം ആംബുലൻസിൻ്റെ പുറത്ത് നമ്മുടെ കൊടി കിടക്കുന്നു എന്നൊക്കെ ഇവൻ പറയുന്നത്. അത് തുടർച്ചയായിട്ട് ആംബുലൻസ് പോയപ്പോൾ ഇവൻ ചിന്തിക്കുന്നില്ല. അതുമാത്രമല്ല, ഇവൻ്റെ മുൻ പരിപാടികളിൽ ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, എന്നിട്ട് പോലും ഇവനൊരു ജാഗ്രത പുലർത്തുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്, ഇവൻ വെറും സ്വാർത്ഥനാണ്, വളരെ സെൽഫിഷാണ്. ഞാനിവനൊക്കെ പണ്ട് ആരാധിച്ചിട്ടുള്ളത്, ഈ വിജയൻ്റെ ഒക്കെ പണ്ട് ഞാൻ അവൻ്റെ ആരാധകനായിരുന്നു ഞാൻ പണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായി ഈ ജോസഫ് വിജയൻ എന്ന് പറയുന്നത് ഇവൻ വെറും ഒരു അസലുള്ളവനല്ല. ഈ സംഭവത്തിൽ അവന് വേറെ പല നന്മകളും അവൻ ഉണ്ടായേക്കാം, പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവൻ ഒരു അസലും ഇല്ലാത്തവനാണെന്ന് മനസ്സിലാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.